ഹലോ എവ്രി വൺ, എ വാം ഗുഡ് മോർണിംഗ് ടു യു ഓൾ. പിന്നെ ഇന്നലെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വന്ന് കിടന്നപ്പോൾ 3-3:30 സിസ്റ്ററുടെ വീട്ടിൽ പോയി ഡിന്നർ കഴിച്ചു. അവിടെ നിന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് എത്തിയപ്പോഴാട്ടോ 3-3:30 ആയത്. എന്നിട്ട് ഇതാ വീണ്ടും രാവിലെ ഒരു 9-9:30 ആയപ്പോൾ എഴുന്നേറ്റു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഐറ്റിനറി അബുദാബിയാണ് കേട്ടോ. ഫുൾ അബുദാബി കറങ്ങാമെന്നുള്ളതല്ലേ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ആദ്യമായിട്ട് തന്നെ അബുദാബിയുടെ മെയിൻ അട്രാക്ഷൻ ഷെയ്ഖ് സയദ് മോസ്കിലേക്കാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഇപ്പോൾ മോസ്കിൻ്റെ എൻട്രൻസൊക്കെ എത്തി. കാറൊക്കെ പാർക്ക് ചെയ്തു. അവിടെ നോക്കിയപ്പോൾ വലിയ തിരക്കൊന്നും കണ്ടില്ല. പക്ഷെ ഒരുപാട് വെഹിക്കിൾസ് പാർക്ക് ചെയ്തേക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ഗസ് ചെയ്തു ഇൻസൈഡ് മോസ്ക് നല്ല തിരക്കുണ്ടാകുമായിരിക്കും എന്ന്. പിന്നെ ആസ് യൂഷ്വൽ നല്ല ചൂടുണ്ടായിരുന്നു പുറത്ത്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് കുറേ അബായ, പർദ്ദ ഷോപ്സൊക്കെ ഉണ്ട്. ലൈക്ക് ഈ മോസ്കിൻ്റെ അകത്തൊരു ഡ്രസ് കോഡ് ഉണ്ട്. ഇസ്ലാമിക് ഡ്രസ്സാണ് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ പർദ്ദ വാങ്ങിക്കണമെന്നുള്ളവർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു അവിടെ അബായ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഡോം ഷേപ്പ് ബിൽഡിങ് കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ഡോം ഷേപ്പ് റൂഫ് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇതൊരു അണ്ടർഗ്രൗണ്ട് ബിൽഡിങ്ങാണ്. ഇവിടെ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ളൊരു മോളാണ് കേട്ടോ. ശരിക്കും എസ്കലേറ്റർ ഇറങ്ങി നമ്മൾ താഴോട്ട് ചെല്ലുന്നത് ഒരു മോളാണ്. പിന്നെ നമ്മുടെ പ്രിലിമിനറി ചെക്കൊക്കെ ഉണ്ട്, പ്രിലിമിനറി സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. നമ്മൾ ഡ്രസ് കോഡൊക്കെ പ്രോപ്പറാണോ എന്നൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്ന പ്രിലിമിനറി ചെക്കിങ് പോയിൻറ്റ്സും വാഷ്റൂംസും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഡോം ഷേപ്പ് ബിൽഡിങ്ങിനകത്താണ് കേട്ടോ. അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി മോസ്കിലേക്കുള്ള എൻട്രൻസ് ഏതാണെന്ന് തപ്പി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ അവിടെ ടോളറൻസ് പാത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് ഇതാണ് ടുവേർഡ്സ് മോസ്കിലേക്കുള്ള വഴി എന്നുള്ളത്. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ അത് മാത്രമല്ല അവർ ബഗ്ഗി സർവീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഡിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ പോലും ബഗ്ഗി സർവീസ് ഉണ്ട്. ഈ വോക്ക് വേയുടെ 2 സൈഡിലുമുള്ള വാൾസിൽ എങ്ങനെയാണ് ഈ മോസ്ക് ക്രിയേറ്റ് ചെയ്തെന്നുള്ള ഹിസ്റ്ററി കാണിക്കുന്നുണ്ട് കേട്ടോ, ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട്. അങ്ങനെ ഈ കാണുന്നതാണ് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റും UAE ഫസ്റ്റ് ലാർജസ്റ്റും ആയിട്ടുള്ള ഷെയ്ഖ് സയദ് മോസ്ക്. ഈ ലാർജസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 40,000 പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള പ്രെയർ ഹോൾസാണ് കേട്ടോ ഈ മോസ്കിലുള്ളത്. അങ്ങനെ UAE ക്യാപിറ്റൽ സിറ്റിയായ അബുദാബിയിൽ ഈ ഗ്രാൻഡ് മോസ്ക് കൺസ്ട്രക്റ്റ് ചെയ്തത് ബിറ്റ്വീൻ 1994 ആൻഡ് 2007 ആണ് കേട്ടോ. ഈ മോസ്കിൽ എവിടെയും പ്രതിഫലിക്കുന്നത് ഒരു മുഗൾ മോറിഷ് ആർക്കിടെക്ചറാണ് കേട്ടോ. ഈ മോസ്ക് ലോഞ്ച് ചെയ്തത് ലേറ്റ് പ്രസിഡൻറ്റ് ഓഫ് UAE ഷെയ്ഖ് സയദ് ബിൻ സുൽത്താൻ അൽ നഹിയാനാണ് കേട്ടോ. അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ളതും ഈ കോട്ടയാടിൽ തന്നെയാണ്. എനിക്ക് മൊത്തത്തിൽ ഈ ഷെയ്ഖ് സയദ് മോസ്ക് കയറിയപ്പോൾ തൊട്ട് മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ താജ്മഹലാണ് കേട്ടോ. ശരിയാണ്, താജ്മഹലിൻ്റെ റെമിനിസൻസ് എല്ലായിടത്തും പ്രതിഫലിക്കുന്നുണ്ട്. ഈ മോസ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള പെർമിഷനുണ്ട്. ഇവർ അലൊക്കേറ്റ് ചെയ്തേക്കുന്ന ടൂറിസ്റ്റ് ഗൈഡ് ഉണ്ടല്ലോ, അവർ നമുക്ക് പ്രോപ്പറായിട്ട് ഓരോ മൈന്യൂട്ട് ഡിസൈൻസിനെ കുറിച്ചും ഓരോ കാലിഗ്രാഫിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും കേട്ടോ. ഇതെല്ലാം ഒന്നും പറഞ്ഞു തരാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അത്രയ്ക്കും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. ഇത് ഓരോന്നും ഓരോ ഡിഫറെൻ്റ് മാർബിൾസ് കൊത്തി വെച്ചിരിക്കുന്ന ഡിസൈൻസാണ് കേട്ടോ. ഒരു പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, ഡിഫറെൻറ്റ് സ്റ്റോൺസാണിത്. എത്ര മനോഹരമായിട്ട്, എത്ര ഫാൻറ്റാസ്റ്റിക് ആയിട്ടാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ ഈ പ്രെയർ ഹോളും ഇതിൻ്റെ വാൾസും ഇൻറ്റീരിയറൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമാണെന്ന്. ഷാൻഡിലിയർ നോക്കി, റിയൽ ഗോൾഡൊക്കെ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ പ്രെയർ ഹോളാണ്. ഇവിടെ നിന്ന് വീണ്ടും അടുത്ത മെയിൻ പ്രെയർ ഹോളിലേക്ക് എൻട്രി ഉണ്ട്.
പണ്ടത്തെ മൊസൈക്ക് ആർക്കിടെക്ചർ ഇല്ലേ, അതിന് ഫ്ലോറിലൊക്കെ ചെയ്യുന്ന പണ്ടത്തെ മൊസൈക്ക്, അതിൻ്റെ മോഡേൺ രൂപമാണ് ഈ മാർബിൾ മൊസൈക്ക് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കേട്ടോ. അതാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. 18 വർഷം പഴക്കമുള്ള ഈ മോസ്ക് ഇപ്പോഴും പുതിയതുപോലെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് മെയിൻ പ്രെയർ ഹാള്. ഇതിലെ ഷാൻലിയർ കണ്ടോ, ഏറ്റവും വലിയ ഷാൻലിയറാണ്. ഇത് ജർമ്മനിയിൽ നിന്നും എനിക്ക് തോന്നുന്നു ഇമ്പോർട്ട് ചെയ്തതോ മറ്റാണ്. പിന്നെയും പ്രെയർ ഹാളിൻ്റെ ഫ്ലോറിലുള്ളത് ഇറാനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത കാർപ്പറ്റാണ്. ഏകദേശം 2 വർഷം എടുത്താണ് ഈ കാർപ്പറ്റ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കിബില വോള് കണ്ടോ, ഇതിൽ അള്ളാഹുവിൻ്റെ 99 പേരുകൾ ക്വിഫിക് കാലിഗ്രാഫിയിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷെയ്ഖ് സയ്യിദ് മോസ്കിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. പുറത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ബഗ്ഗി സർവീസ് ഉണ്ട്. നമ്മൾ വന്ന വഴിക്ക് തന്നെയാണ് തിരിച്ച് പോണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബഗ്ഗിയിൽ കയറി തിരിച്ച് അതേ മോളിൽ തന്നെ നമ്മൾ വീണ്ടും എത്തി. നമ്മൾ കയറിയ മോളിൽ, ആ മോളിൽ തന്നെ എത്തി. ഷെയ്ഖ് സയ്യിദ് മോസ്കിനോട് ബായ് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത ലൊക്കേഷൻ പിടിച്ചു. മണിക്കൂറുകൾ മാത്രമല്ലേ ഞങ്ങൾക്കിനി ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു അട്രാക്ഷൻ കൂടെ കവർ ചെയ്യാമെന്ന് കരുതി. UAE മറ്റ് എമിറേറ്റ്സുകളെക്കാട്ടിലും കുറച്ചധികം സ്ട്രിക്റ്റാണ് കേട്ടോ അബുദാബിയിലേത്. കാരണം അവിടുത്തെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രാഫിക് റൂൾസിനൊക്കെ നല്ല ഫൈൻ തന്നെയുണ്ട് അത്യാവശ്യം. അതുപോലെ തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ട്രാഫിക് റൂൾസും ബ്യൂട്ടിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇതാ അടുത്ത ലൊക്കേഷനിലെത്തി. അത് മറ്റൊന്നുമല്ല, ഒരു 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ് എമിറേറ്റ്സ് പാലസ് കേട്ടോ. എമിറേറ്റ്സ് പാലസിലേക്ക് നമുക്ക് എൻട്രി ഫ്രീ ആണ് കേട്ടോ. അത് പക്ഷേ സർട്ടൻ ഏരിയാസ് മാത്രമാണ് നമുക്ക് ലൈക്ക് ഔട്ട്സൈഡേഴ്സിന് വ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ ലൈക്ക് ഒരു ഡേ പാസ് ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ ഹോട്ടലിൻ്റെ അകത്തേക്ക് ചെല്ലാൻ. അതല്ലെങ്കിൽ ഒരു ചെക്ക് ഇൻ ചെയ്യണം ഒരു ഗസ്റ്റായിട്ട്. അങ്ങനെ ഒരു പ്രൈവറ്റ് ഗൈഡ് ടൂറൊക്കെ എടുത്ത് നമുക്ക് ചെക്ക് ഇൻ ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ഈ എമിറേറ്റ്സ് പാലസ് ശരിക്കും ഒരു പാലസ് ഒന്നുമല്ല കേട്ടോ. ഇത് റിസംബ്ലിങ് ഒരു പാലസ്, റീഗൽ പാലസാണ്. ഏകദേശം 3 വർഷമൊക്കെ എടുത്തു ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇത് പണി കഴിപ്പിക്കാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം $3.5 ബില്യൺ ആണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിങ്ങും ഫൗണ്ടെയിനൊക്കെ കടന്ന് ഞങ്ങൾ അങ്ങനെ എമിറേറ്റ്സ് പാലസിൻ്റെ അകത്തേക്ക് കയറുവാണ് കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് വിസിറ്റേഴ്സ് ആണെങ്കിൽ എൻട്രി ഫ്രീ ആണ്. ഗോൾഡൻ ലീഫ് കൊണ്ടും മാർബിൾ കൊണ്ടും ഒക്കെ പണി കഴിപ്പിച്ചിട്ടുള്ള കൊട്ടാരം പോലെയുള്ളൊരു ഹോട്ടൽ അല്ലേ. എന്തൊരു മനോഹരമാണല്ലേ. ഇതിനകത്ത് 394 ലക്ഷറി റൂംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രൈവറ്റ് ബീച്ച് ഉണ്ട്, ഏകദേശം 1.3 കിലോമീറ്റേഴ്സ് വരുന്നത്. പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ ലോബി. മെയിനായിട്ടും ഈ ഹോട്ടൽ ഫേമസ് ആയിരിക്കുന്നതിൻ്റെ ലക്ഷറി ഇൻറ്റീരിയർ കൊണ്ടാണ് കേട്ടോ. അത് പറയാതെ വയ്യ. നമ്മൾ ശരിക്കും ഒരു പാലസിൽ കയറിയൊരു ഫീല് തന്നെയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. കുറേ ഹോളിവുഡ് ബോളിവുഡ് മൂവീസിൻ്റെയൊക്കെ പ്രൈം മൂവി ലൊക്കേഷനും കൂടിയാണ് കേട്ടോ. ഞങ്ങൾ വിസിറ്റ് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇതിനുള്ളിലെ കളർ ഒരു ഗോൾഡൻ ഗ്ലോ ആണ്. ഈ ഹോട്ടലിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു മിക്സ് ഓഫ് ഇസ്ലാമിക് ആർക്കിടെക്ചറൽ എലമെൻസും എന്ന് പറയുന്ന പോലെ ലൈക്ക് ഒരു ബാലൻസ്, ജോമെട്രി, പ്രൊപ്പോർഷൻ, റിതം, ഹൈറാർക്കിക്കൽ എംഫസിസ്, ലൈക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മോഡേൺ മെത്തേഡ്സ് ഓഫ് ഡിസൈൻ ഓഫ് കൺസ്ട്രക്ഷൻ, ഇതൊക്കെ ചേർത്തിട്ട് ഒരു ആകെ മൊത്തം ടോട്ടലി അടിപൊളിയാണ്. ഈ എമിറേറ്റ്സ് പാലസിൻ്റെ ബ്യൂട്ടി മൊത്തം പറയാനും അവിടുത്തെ കൺസ്ട്രക്ഷനും അതിൻ്റെ സ്പെഷ്യാലിറ്റി ഒക്കെ പറയാൻ ഈ ഒരു കൊച്ചു വീഡിയോ മാത്രം പോരാ കേട്ടോ. നിങ്ങളും എല്ലാവരും പ്ലാൻ ചെയ്യണം, ഇവിടെ വന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ഇങ്ങനെയും സ്ഥലങ്ങൾ ലോകത്തുണ്ട്, ഇതൊക്കെ വന്ന് കാണണം. പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്, പിന്നെ ഒന്നും കാര്യമായിട്ട് കഴിച്ചില്ല. നിങ്ങൾക്കറിയാമല്ലോ, ടൈറ്റ് സ്കെഡ്യൂളായിരുന്നു.
അപ്പോൾ നമുക്കിനി വേറെ പരിപാടിയൊന്നുമില്ല. ഞങ്ങളുടെ ഇന്നത്തെ അബുദാബി കറക്കവും ഇവിടെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. എന്നിട്ട് ഇനി ലഞ്ച് കഴിക്കണം. ലഞ്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് KFC ആണ്. കാരണം ഏകദേശം 4 o'clock ഒക്കെ ആയി ഇപ്പോൾ ടൈം. അപ്പോൾ ലഞ്ചായിട്ട് വേറെ കിട്ടത്തില്ല. അപ്പോൾ KFC പ്ലാൻ ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ബീച്ചിൽ സിസ്റ്ററും ഫാമിലിയൊക്കെ ആയിട്ട് ഗ്യാദർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗ്യാദർ ചെയ്യുക, അവിടെ നിന്ന് ഹോട്ടലിൽ പോവുക, ബാഗ് എടുക്കുക, ബൈ ബൈ ടു അബുദാബി. അത്രേ ഉള്ളൂ. ഞങ്ങളുടെ സ്കൂൾ വെക്കേഷൻ ട്രിപ്പും എല്ലാം ഇവിടെ തീരുകയാണ്. വീണ്ടും ബാക്ക് ടു നോർമൽ ലൈഫാണ്. കൊച്ചിയിൽ പിള്ളേരുടെ സ്കൂളും കാര്യങ്ങളും ജോലിയും ഒക്കെ ആയിട്ട് വീണ്ടും ആ ഒരു ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് കാണാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻസ് ഇടണം കേട്ടോ, ലൈക്കും. അപ്പോൾ ബൈ, വീണ്ടും കാണാം.